السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. അർത്ഥം, പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നാം മനുഷ്യന് താക്കീത് നൽകിയിരിക്കുന്നു. അവൻ്റെ മാതാവ് അവനെ പ്രയാസപ്പെട്ട് ഗർഭം ചുമന്നു, പ്രയാസപ്പെട്ടുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ ഗർഭം ധരിക്കുന്നതിനും അവൻ്റെ മുലകുടി നിർത്തുന്നതിനും ചുരുങ്ങിയത് 30 മാസക്കാലമെടുക്കുന്നു. അങ്ങനെ അവൻ തൻ്റെ പക്വപ്രായം പ്രാപിക്കുകയും 40 വയസ്സ് പ്രായമെത്തുകയും ചെയ്താൽ അവൻ പറയുന്നു, എൻ്റെ നാഥ, നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും നീ എനിക്ക് കഴിവും പ്രേരണയും എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയും ഉണ്ടാക്കണമേ. ഞാൻ നിന്നിലേക്ക് തീർച്ചയായും മടങ്ങുന്നു. ഞാൻ നിന്നെ പരിപൂർണമായി അനുസരിക്കുന്നവരിൽ പെട്ടവനാണ്. ജസാക്കല്ലാഹ്. അടുത്തതായി ശ്രേഷ്ഠമാതാക്കൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി വിവർത്തകയായ ജുവൈരിയ ജൗഹർ ഷംസ് സാഹിബയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളായ ലോ കോളേജ് തിരുവനന്തപുരം പ്രൊഫസർ ഡോക്ടർ മീനാകുമാരി, പ്രശസ്ത എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ കെ ബീന, മറ്റ് വിശിഷ്ടരായിരിക്കുന്ന വേദിയിലിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിൻ്റെ പുത്രനും മിർസ ബഷീർ അഹമ്മദ് സാഹിബ് MA രചിച്ച അച്ചി മായം എന്ന മൂലകൃതിയുടെ മലയാള വിവർത്തനം ആണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഈ ലഘുകൃതി കുട്ടികളുടെ ശിക്ഷണത്തിൽ മാതാക്കളുടെ പങ്ക് എത്രത്തോളമാണ് അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലെ വനിതകളെ അഭിസംബോധന ചെയ്താണ് ഈ കൃതി തയ്യാറാക്കപ്പെട്ടതെങ്കിലും മുഴുവൻ മാതാക്കൾക്കും തീർച്ചയായും ഇതൊരു വഴികാട്ടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഈ കൃതിയിലൂടെ ഒരു മാതാവ് തൻ്റെ കുട്ടിയെ ഏത് രീതിയിൽ ശിക്ഷണം നൽകണമെന്നും അതിലൂടെ ആ കുട്ടിയുടെ ശിക്ഷണ പരിപാലനത്തിലൂടെ അല്ലെങ്കിൽ ആ കുട്ടിയിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു സമൂഹം ഏറ്റവും മികച്ച സമൂഹമായി തീരണമെങ്കിൽ ആ മാതാവ് എത്രമാത്രം എത്രമാത്രം കാര്യപ്രാപ്തിയോടുകൂടി അത് പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു 10 നിർദ്ദേശങ്ങൾ, എന്നാൽ വളരെ പ്രധാനപ്പെട്ട 10 നിർദ്ദേശങ്ങളാണ് അദ്ദേഹം ഈ കൃതിയിലൂടെ നൽകിയിരിക്കുന്നത്. അത് തീർച്ചയായും ഉറുദു ഭാഷയിലായതുകൊണ്ട് തന്നെ
നമ്മുടെ മലയാളികളായ സ്ത്രീകളും അത് മനസ്സിലാക്കുകയും അതിലൂടെ നമ്മുടെ മക്കളെ പരിപാലനത്തിലൂടെ സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന ഒരു കണ്ണികളാക്കി തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കൃതിയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ മുതിർന്നിട്ടുള്ളത്. തീർച്ചയായും അഹമ്മദി മാതാക്കൾ എന്നുള്ളതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ മുസ്ലിം മാതാക്കൾ എന്നതിനേക്കാൾ ഉപരി, ഓരോ മാതാവും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കാണിക്കപ്പെട്ടിട്ടുള്ളത്. കുട്ടിയുടെ ശിക്ഷണം എന്നത് തീർച്ചയായിട്ടും ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരു സമൂഹത്തിൻ്റെ ഭാവി ക്രമപ്പെടുത്തുന്നതും അതും തീർച്ചയായിട്ടും കുട്ടികളിലൂടെയാണ്. കുട്ടിയുടെ സ്വൽസ്വഭാവവും മൂല്യബോധവും അതിനനിവാര്യവുമാണ്. എങ്കിലേ അവർ വളർന്നു വരുമ്പോൾ സമൂഹത്തിനും നാടിനും ഫലപ്രദമായ ഒരു തലമുറയായി അവർക്ക് മാറുവാനും കഴിയുകയുള്ളൂ. അത്തരത്തിൽ കുട്ടികളുടെ മൂല്യബോധവും വ്യക്തിത്വവും രൂപപ്പെടുത്തുന്നതിന് മാതാവിന് നിർണായകമായ ഒരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല മാതാവ് ആണ് ഒരു നല്ല തലമുറയെ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത്. തീർച്ചയായും കുട്ടികൾ പഠിക്കുന്നത് അവരുടെ മാതാക്കളെ കണ്ടുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് ഒരു കുട്ടി വളർന്നു വരുന്നത്. തുടർന്ന് സമൂഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ടാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം രൂപപ്പെടുന്നത്. അപ്പം അത് തുടക്കത്തിൽ തന്നെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം. ഇസ്ലാം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിന് പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ മതബോധമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു മതബോധം വരുമ്പോൾ, അല്ലെങ്കിൽ ഈശ്വരനെ പേടിയോട് കൂടിയിട്ടുള്ള ഒരു പെൺകുട്ടിയാകുമ്പോൾ തനിക്ക് നൽകിയിരിക്കുന്ന ആ ഒരു ഇസ്ലാം തീർച്ചയായിട്ടും തൻ്റെ കുട്ടികളെ ഒരു അമാനത്ത്, അതായത് ഒരു സൂക്ഷിപ്പ് മുതലായിട്ടാണ് കാണുന്നത്. അതൊരു വലിയൊരു കാര്യമാണ്. ഒരു സൂക്ഷിപ്പ് മുതലായിട്ട് ദൈവം അവൻ്റെ ദാസർക്ക് നൽകുന്നതാണ് കുട്ടികൾ. അപ്പോൾ ആ കുട്ടി ഏറ്റവും മൂല്യത്തോട് കൂടിയിട്ടുള്ള, ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറണമെങ്കിൽ അവളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതായത് ഇസ്ലാം കൽപ്പിക്കുന്നത് എത്രത്തോളം എന്നാൽ, ഭാര്യാഭർത്താക്കന്മാർ കൂടിച്ചേരുന്ന ആ സന്ദർഭത്തിൽ പോലും തനിക്ക് ഉണ്ടാവാൻ പോകുന്ന കുട്ടി ശൈത്താൻ്റെ അല്ലെങ്കിൽ മൃഗീയമായ മറ്റ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട്, അതിൻ്റെ വലയത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരിഭാവനമായ ഒരു കുട്ടിയെ എനിക്ക് നൽകണം എന്ന ഒരു ദുആ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആ ഒരു കൂടിച്ചേരൽ പോലും ഇസ്ലാം കൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു മാതാവ്, അങ്ങനെ ഒരു കുട്ടി രൂപപ്പെടുമ്പോൾ, കുട്ടിയെ തൻ്റെ വയറ്റിലുണ്ടാകുന്ന സന്ദർഭത്തിൽ ഇന്ന് നമുക്കറിയാം, തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു കുട്ടിയെ വളർത്തിയെടുക്കുമ്പോൾ അവൾ ആ വയറ്റിലുണ്ടാകുന്ന ആ കാലഘട്ടം മുതൽ തന്നെ അവൾ ആ രീതിയിൽ സമൂഹത്തെ കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ശിക്ഷണം തൻ്റെ കുട്ടികൾക്ക് നൽകണം. ആ 10 കൽപ്പനകളും ഇതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും എങ്ങനെ ഒരു കുട്ടിയെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നല്ലൊരു അനുഭവം ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ അനുഭവവും അതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോ മാതാക്കളും കുട്ടികളെ ഏറ്റവും നല്ല ശിക്ഷണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായി പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ഡോക്ടർ കെ ബീനയെയും ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ മീന കുമാരിയെയും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you. Now let me invite our distinguished guest, Law College Professor
Dr. Meena Kumari onto the stage. ഈ ബുക്ക് ഫെസ്റ്റിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ അങ്ങേയറ്റം നന്ദി. ഇന്ന് ക്ഷണിച്ച ഓർഗനൈസേഴ്സിനോടുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിലായിരുന്നു ഈ പുസ്തകം. എൻ്റെ അടുത്ത് കുറേ ടൈറ്റിൽസ് പറഞ്ഞു. അതിൽ എനിക്ക് ഏറ്റവും സ്വീകാര്യമായി തോന്നിയ ഒരു ടൈറ്റിൽ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പ്രകാശനത്തിന് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. ഞാൻ ഇടപെടുന്ന ആ ഒരു വിഭാഗം നിയമം, അതുപോലെ തന്നെ നിയമവിദ്യാഭ്യാസം. നമുക്കെല്ലാവർക്കും അറിയാം, നിയമം എന്ന് പറയുന്നത് സമൂഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ശാഖ തന്നെയാണ് നിയമവും നിയമവിദ്യാഭ്യാസവും. അപ്പോൾ അതിൽ ഞങ്ങൾ ഇപ്പോൾ നമുക്ക് ചുറ്റുപാട് നടക്കുന്നതിൽ നമുക്കറിയാം, ഒരുപാട് കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു, സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നു. ഈ കുറ്റകൃത്യങ്ങളൊക്കെ എന്തുകൊണ്ട് കൂടി വരുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ കുറ്റകൃത്യം നടക്കുന്നു, പല തലത്തിൽ നമ്മളത് നോക്കുമ്പോൾ ഞങ്ങൾ പല നിയമത്തിൽ അധ്യാപനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, സൈക്കോ അനലിറ്റിക്കൽ തിയറി എന്ന് നമ്മൾ അതിനെ പറയും. അതിനകത്ത് അദ്ദേഹം 3 തലത്തിലാണ് മനസ്സിനെ തട്ടിലാണ് തിരിച്ചിരിക്കുന്നത്. 1 ഉപബോധ മനസ്സ്, ഇതെന്ന് പറയും. 2 ഈഗോ, നമ്മൾ ഓരോരുത്തരും ഇന്ന് നടക്കുന്ന സമയത്ത് ലൈവായി ഉള്ള നമ്മുടെ മനസ്സ്. മറ്റൊന്നുണ്ട് സൂപ്പർ ഈഗോ, അതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു കുറ്റകൃത്യം നടക്കുന്നത്, എപ്പോഴാണ് ഒരു കുറ്റവാളി ജനിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉപബോധ മനസ്സിൽ കാമവും ക്രോധവും എല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാം ഉണ്ടെങ്കിലും ശരി, ഇത് എല്ലാവരും എന്നുകൊണ്ട് കുറ്റവാളികളാകുന്നില്ല. കാരണം ഒരു പരിധി വരെയെങ്കിലും അത് നിയന്ത്രിക്കുന്നത് സമൂഹം. ഈ ലൈവായിട്ട് നമ്മൾ കാണുന്നത് സമൂഹം നമ്മളെ എങ്ങനെ കാണും, നമ്മുടെ കുടുംബം നമ്മളെ എങ്ങനെ കാണും, ഇതിനെയല്ല ഈ ആക്റ്റീവ് മൈൻഡ് നമ്മളെ നിയന്ത്രിക്കും. എന്നാൽ പലപ്പോഴും ഇന്ന് നടക്കുന്ന പോലെ ലഹരി പദാർത്ഥങ്ങളും എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ആ ഈഗോ അത് ഒന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോഴും ഒരു വ്യക്തിയെ തടഞ്ഞു നിർത്തുന്ന മറ്റൊന്നുണ്ട്. അതാണ് ആ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്, മൂല്യങ്ങൾ, മോറൽ വാല്യൂസ്. പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിയമങ്ങൾ എത്രയേറെ ഒരു സമൂഹത്തിലുണ്ടെങ്കിലും ശരി, ഒരു കുറ്റവാളി ജനിക്കാതിരിക്കണമെങ്കിൽ നിയമം കൊണ്ട് മാത്രം സാധ്യമല്ല. അതിന് ഒരു പരിധി വരെയെങ്കിലും അത് തടയിടാനായി മൂല്യങ്ങൾ കൂടെ ആവശ്യമാണ്. ആ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കെന്ന് പറയുന്നത് മാതാവിന് തന്നെയാണ്. അച്ഛനമ്മമാർക്ക് 2 പേർക്കും അതിനകത്ത് പങ്കുണ്ട്, കുടുംബം എന്ന ആ വ്യവസ്ഥയ്ക്ക് അതിനകത്തൊരു പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തീർച്ചയായും മാതാവ് തന്നെയാണ്. അപ്പോൾ മതപരമായിട്ടാണെങ്കിലും ഏത് കണ്ണോടുകൂടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും മാതാവിന് അതിനുള്ള ആ ഒരു സ്ഥാനം കണ്ടെത്തിയ ആ പുസ്തകം അത് തീർച്ചയായും അതൊരു മാർഗദർശി തന്നെയാണ്. അത് ആ രീതിയിൽ അത് സമൂഹത്തിന് അത് ഉപകാരപ്പെടട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുകയാണ്. അതിനോടൊപ്പം എനിക്ക് ആ പുസ്തകത്തിൽ എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നിയ 2-3 കാര്യങ്ങൾ അത് ശരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരിലേക്ക് എത്തേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 3 പാപങ്ങളെ പറ്റി പറയുന്നു. ഒരുപാട് കൃത്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും വെറുക്കപ്പെട്ട 3 പാപങ്ങളെ പറ്റി പറയുന്നു. ആ 3 പാപങ്ങളിൽ ഒന്ന് ഈ മോറൽ വാല്യൂസ്, മൂല്യങ്ങളിൽ നിന്ന് അകന്ന് നടക്കുകയാണ്. 2ാമത്തെ പാപം ഒരു പക്ഷേ ഇന്നത്തെ സമൂഹം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് അച്ഛനമ്മമാരെ നിരാലംബരായിട്ട് വിട്ടുകളയുക എന്നുള്ളത്. അപ്പോൾ ആ 3 കളവ് പറയുക. അപ്പോൾ ഈ 3 പാപങ്ങളിൽ നിന്ന് ഒഴിവാകുന്ന തലത്തിൽ ഒരു കുട്ടിയെ, അതായത് അവൻ്റെ മൂല്യങ്ങൾ ഉറച്ചു വളർത്തുകയും അച്ഛനമ്മമാരെ സംരക്ഷിക്കുകയും ഒപ്പം പ്രവൃത്തിയിലും വാക്കിലും കളവ് വരാതെ വളർത്താനും സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം മതത്തിൽ മാത്രമല്ല സമൂഹത്തിൽ മൊത്തത്തിലാണ് ഉണ്ടാകുന്നത്. കുറ്റകൃത്യങ്ങളുടെ അളവ് തീർച്ചയായും കുറയുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള കുട്ടികൾ വളർന്നു വന്നാൽ ആ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറയുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ പുസ്തകവും ഇതൊരു വഴികാട്ടിയാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. വന്നതിലുള്ള നന്ദി ഒന്നും കൂടെ അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു മാം. നെക്സ്റ്റ് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ കെ ബീന അവരുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ വിചിത്രമായ ഒരു സദസ്സ് എന്ന് പറയാം. കാരണം ഇവിടെ ഒരു കസേരയിലും പുരുഷന്മാരില്ല. സ്ത്രീകൾ നിറഞ്ഞിരിക്കണം വേദികളിൽ, നല്ലതാണ്. പക്ഷേ സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്. കുടുംബത്തിൽ അമ്മയ്ക്ക് മാത്രമല്ല റോള് എന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ അമ്മയെയും അച്ഛനെയും മാറ്റി നിർത്തിക്കൊണ്ട് വർത്തമാനം പറയാനും ബുദ്ധിമുട്ടാണ്. എൻ്റെ കുട്ടി മൂല്യമില്ലാത്തൊരു കുട്ടിയാവുന്നു, തെരുവിൽ തെമ്മാടിയാവുന്നു, പറഞ്ഞാൽ അനുസരിക്കാത്തവനാകുന്നു എങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദികൾ അച്ഛനും അമ്മയുമാണ്. ഒരിക്കലും അമ്മ മാത്രമാവില്ല. കുട്ടി നല്ല സ്വഭാവം കാണിക്കുമ്പോൾ നിൻ്റെ അല്ലേ എന്ന് പറയില്ല, അപ്പം എൻ്റെ അല്ലേ എന്ന് പറയും. കുട്ടി ചീത്ത സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ പറയും നിൻ്റെ അല്ലേ കുട്ടി, പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥിരം നമ്മൾ കേൾക്കുന്ന വരികളും വാക്കുകളുമാണ്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നല്ലതിനെ മാത്രം ഉൾക്കൊള്ളാനാണ് എപ്പോഴും സമൂഹം തയ്യാറാവുന്നത്. 99 പോസിറ്റീവ് ഒരു മനുഷ്യനിലുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് എന്തെന്ന് കണ്ടുപിടിക്കാനാണ് സമൂഹം എപ്പോഴും കണ്ണുകളും കാതുകളും തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ആദ്യം നമ്മുടെ മക്കളും നമ്മുടെ വീടകങ്ങളും എത്രത്തോളം മൂല്യവത്താവുന്നുവോ എന്നിട്ട് മതി നമുക്ക് സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങാൻ. എൻ്റെ വീട്ടിലെ അവസ്ഥ വളരെ കലുഷിതമാണെങ്കിൽ എനിക്കെങ്ങനെ പുറത്ത് വന്ന ഒരാളോട് പ്രസന്നതയോടുകൂടി സംസാരിക്കാൻ കഴിയും? ഒരു അധ്യാപിക വീട്ടിൽ നിന്നിറങ്ങുമ്പം കൊടുമ്പിരി കൊണ്ട പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയെയും നല്ല രീതിയിൽ സമീപിക്കാനോ നല്ല രീതിയിൽ കുട്ടികൾക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാനോ കഴിയില്ല. അത് നമുക്ക് അറിവുള്ളതാണ്. ടീച്ചറിൻ്റെ ദേഷ്യം കുട്ടിയുടെ മേലെ തീർത്തു. ഈ വരികൾ നമ്മൾ കേൾക്കാതിരുന്നിട്ടില്ല. അത് അധ്യാപക ടീച്ചർ മാത്രമല്ല, ഏതൊരു പ്രൊഫഷനുള്ള പോക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കം എങ്ങനെയാണോ അതാണ് നമ്മുടെ സമൂഹത്തിലെ മുഖം. നമ്മുടെ വീടകം എത്രത്തോളം പോസിറ്റീവാക്കി വയ്ക്കാൻ പറ്റും എന്ന് സ്വയം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ്. പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രാക്ടിക്കലാണ്. അവർക്ക് നമ്മൾ ജനിച്ചു വളർന്നതോ നമ്മൾ ജീവിച്ചതോ ആയ ചുറ്റുപാടുകളൊന്നും അവരെ ബാധിക്കുന്നേയില്ല. ഞാൻ നടന്നു പോയാണ് പഠിച്ചത്, ഓട്ടോറിക്ഷയൊന്നും ഇല്ലായിരുന്നു, സൈക്കിളിലാണ് പോയത്, ബൈക്കിലാണ് പോയത്. ഇതൊക്കെ നമ്മുടെ പരിവേദനങ്ങളാണ്, നമ്മൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കതിൻ്റെ ആവശ്യമില്ല. അവർ ജനിച്ചു വീഴുന്നത് തന്നെ സമൃദ്ധിയിലേക്കാണ്. സമൃദ്ധിയിലേക്ക് ജനിച്ചു വീണ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഈ പഴംപുരാണം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മളൊന്നും ലോൺ എടുത്തിട്ടില്ല, നമ്മളെ പഠിപ്പിക്കാനൊന്നും ലോൺ എടുത്തിട്ടില്ല. നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മൾ ഇന്ന് എത്ര ലക്ഷങ്ങൾ ലോൺ എടുക്കാനും നമ്മൾ ഇന്ന് തയ്യാറാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ. കൊക്കിലൊതുങ്ങുന്നതാണോ നമ്മൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വയം ഒന്ന് ചോദിച്ച് നോക്കൂ. 10 വർഷം ലോൺ അടയ്ക്കാം, കുഴപ്പമില്ല. 10 വർഷം ജീവിച്ചിരിക്കുന്നത് നമുക്ക് എന്തുറപ്പ്? പക്ഷെ നമ്മളതിന് തയ്യാറാവുന്നു. മക്കളുടെ ഭാവി അതാണ് വലുത് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ അച്ഛനും അമ്മയൊന്നും നമ്മൾക്ക് അത്രയും വലിയ ഭാവി കണ്ടിട്ടില്ലായിരുന്നോ? ഇന്ന് സമൃദ്ധിയിൽ ജനിച്ച മക്കളാണ് എന്ന് പറയുന്നത് അതുകൊണ്ട്. അവർക്ക് ലക്ഷങ്ങളൊക്കെ പുല്ലുപോലെയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നു എന്ന് നമ്മൾ വിലപിക്കുമ്പം എന്തുകൊണ്ടാണ് ആ വിലാപത്തിന് നമ്മൾ കാരണക്കാരാവുന്നത്? നിസ്സാരമായ ഇല്ലായ്മകൾ പോലും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ മക്കൾക്ക് ഇല്ലാതെയാണ് നമ്മൾ വളർത്തുന്നത്. ആ തിരിച്ചറിവ് ഉണ്ടാവണം. വൈകുന്നേരം ചിക്കൻ ബിരിയാണി വേണം, കുഴിമന്തി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇന്ന് പറ്റില്ല എന്ന് നമുക്കിന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് പറ്റില്ല എന്നെങ്ങാനും പറഞ്ഞാൽ അവന് സങ്കടമാവില്ലേ, ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ നിന്നും എത്തി നിൽക്കുന്നത് എത്ര വലിയ വിപത്തിലേക്കാണ് എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. കൂടുതൽ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങുന്നില്ല. നമ്മൾ ഓരോരുത്തരും എത്രത്തോളം നമ്മുടെ മക്കളെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ നന്നാകൽ നമ്മളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റി മഹിളാ സംഘടനയുടെ പ്രചരണ വിഭാഗം സെക്രട്ടറി ശ്രീമതി അസീന നാസിർ സാഹിബയെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. In the name of God Almighty, the most gracious, the most merciful. Respected and honorable dignitaries in the dais, my dear brothers and sisters. Assalamu alaikum wa rahmatullahi wa barakatuhu. ഇന്ന് ശ്രേഷ്ഠ മാതാക്കൾ എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് മാതൃത്വത്തിൻ്റെ മഹത്വത്തെ മാത്രം ഇവിടെ ഉയർത്തിക്കാണിക്കുക എന്നതല്ല, മറിച്ച് ശരിയായ മൂല്യങ്ങൾ പഠിക്കുന്നതും മാനവികതയെ വളർത്തുന്നതും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ തലമുറയെ വാർത്തെടുക്കുന്നതിനും മാതാപിതാക്കൾക്ക് അത് അവരുടെ ദൗത്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിൻ്റെ അച്ചീമായേം എന്ന ഉറുദു മൂലഗ്രന്ഥത്തിൻ്റെ മലയാള പരിഭാഷയായ ശ്രേഷ്ഠ മാതാക്കൾ എന്ന ഈ പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മാതൃത്വം എന്നതൊരു വൈകാരികമായ ബന്ധത്തിൽ നിന്നും അതിനെ ഉയർത്തി ആത്മീയവും സാമൂഹികവുമായ ഒരു ദൗത്യമാണത് എന്ന് ഓരോ സ്ത്രീയെയും അത് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ നബിനായകർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഏറ്റവും ആയിക്കൊണ്ട് സ്ത്രീകളെ എടുത്തുയർത്തി കാണിക്കുമ്പോൾ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ദൈവഭക്തയായ സ്ത്രീയെ വിവാഹം കഴിക്കൂ എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ, അവൻ്റെ ശിക്ഷണം അല്ലെങ്കിൽ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ്റെ ശിക്ഷണം ആ മാതാവിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നാം കേൾക്കുന്ന "The hands that rocks the cradle is the hands that rules the society" എന്ന മുദ്രാവാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൻ്റെ വരും ലോകത്തിൻ്റെ ഭാവി എന്നും വരുന്ന തലമുറകളുടെ ശിക്ഷണത്തിലൂടെ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ മാത്രമാണ് സംഭവിക്കുക എന്ന് ഇവിടെ ലേഖകൻ എടുത്തു പറയുന്നു. വിശ്വാസപരമായ ദൃഢീകരണം കുട്ടികളിൽ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുക എന്നതാണ് ഓരോ മാതാവിൻ്റെയും ആദ്യ ശിക്ഷണത്തിൻ്റെ പടിയെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ദൈവാരാധനയും ഒപ്പം തന്നെ തൻ്റെ സ്വയം സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം സമൂഹത്തിന് ചെലവഴിച്ചുകൊണ്ട് അവനെ ആ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാക്കുവാനും അവന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം ആ മാതാവിലുണ്ട് എന്നും ലേഖകൻ നമ്മോട് സമർത്ഥിക്കുന്നു. ഒപ്പം തന്നെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയേക്കാൾ ഉദാത്തമായ മറ്റൊരു പ്രാർത്ഥന നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ എങ്ങനെ സേവിക്കണമെന്ന് വളരെ വ്യക്തമായി കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ശിക്ഷണം നൽകണമെന്ന് മാതാവിന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായി സമകാലീന സമൂഹത്തിൻ്റെ പ്രശ്നപരിഹാരത്തിനുള്ള ശക്തമായ ഒരു സന്ദേശമാണ് അദ്ദേഹം ഇവിടെ നൽകുന്നത്. അതായത് അത് ശിക്ഷകളിലൂടെയോ നിയമനിർമ്മാണങ്ങളിലൂടെയോ നിയമത്തിൻ്റെ ലംഘനങ്ങളെ പിടിച്ചുകെട്ടലുകളിലൂടെയോ ഒന്നുമല്ല, മറിച്ച് അത് മാതൃത്വത്തിൻ്റെ നവീകരണത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇവിടെ തെളിവുകളോടും ഉദാഹരണങ്ങളോടും ഒപ്പം അനുഭവങ്ങളിലൂടെയും സാക്ഷ്യപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഓരോ മാതാവും തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ശിക്ഷണം നൽകേണ്ടതെന്നുള്ള വളരെ വ്യക്തമായ 10 നിബന്ധനകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. The future of the nation is always in the homes of today. അതായത് നാളത്തെ രാജ്യത്തിൻ്റെ ഭാവി ഇന്നത്തെ കുടുംബങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മാതാവ് വളർത്തുന്ന അല്ലെങ്കിൽ ഒരു നല്ല മാതാവ് നന്നായി ശിക്ഷണം നടക്കുന്ന കുട്ടി വളരെ നല്ലൊരു വ്യക്തിയാവുമെന്നും ആ ഒരു വ്യക്തി നല്ല കുടുംബമായി മാറുമെന്നും ആ കുടുംബം പുതിയ സമൂഹത്തിൻ്റെ അടിത്തട്ടാവുമെന്നും അങ്ങനെ ഒരു രാജ്യം, ഒരു നല്ല രാഷ്ട്രമുണ്ടാവുമെന്നും അങ്ങനെ ഒരു പുതിയ ലോകത്തെ നമുക്ക് സൃഷ്ടിക്കാനാകുമെന്നും ഇവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ ശ്രേഷ്ഠ മാതാക്കൾ എന്ന ഈ പുസ്തകം പ്രിയരെ അത് ഒരു മാർഗദർശിയാണ്, ഒപ്പം സാമൂഹികമായ സന്ദേശമാണ്, ഒരു ആത്മീയമായ വിളിയാളാണ്. മാതാക്കളെ നവീകരിക്കുന്ന സമൂഹം മാത്രമേ രാഷ്ട്രത്തിൽ നവീകരിക്കപ്പെടൂ അല്ലെങ്കിൽ സമൂഹത്തിൽ നവീകരിക്കപ്പെടൂ എന്നും ഒപ്പം തന്നെ മാതാക്കളുടെ നവീകരണം സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നവീകരണമാണെന്നും അത് തലമുറകളിലൂടെ മാത്രം സാധിക്കേണ്ടതാണെന്നും ഇവിടെ ഈ പുസ്തകം നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇവിടെ എൻ്റെ കർത്തവ്യം ശരിക്കും ഇവിടെ വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി ആശംസിക്കുക എന്നുള്ളതാണ്. ഇവിടെ ആദ്യമായി നമുക്കിങ്ങനെയൊരു കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പിന്നീട് ഇവിടെ നമ്മോടൊപ്പം എത്തിച്ചേർന്ന നമ്മുടെ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റ് ഡോക്ടർ ബീന, ഒപ്പം തന്നെ ഡോക്ടർ മീന കുമാരി, ഒപ്പം നമ്മുടെ ഈ ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേറ്ററായ അവരുടെ ട്രാൻസ്ലേഷനിലൂടെ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഇത്രയും ഉള്ളറകളിലേക്ക് നമുക്ക് ചെല്ലാനായത്. ഒപ്പം തന്നെ അത് ഉറപ്പായും വീണ്ടും വായിക്കാനൊരു ത്വരയുണ്ടാക്കി തരുന്ന രീതിയിൽ ജുവൈരിയ ഗൗഹർഷം സാഹിബ് അത് വളരെ വ്യക്തമായി നന്നായി വിവർത്തനം ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റിനെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അത് അഹമ്മദിയ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇസ്ലാമിക് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ എല്ലാവർക്കും ഹാർദമായ നന്ദി. ഒപ്പം ഇവിടെ ഈ ഒരു മുഹൂർത്തം ഇത്രയും ധന്യമാക്കാൻ എത്തിച്ചേർന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ഇസ്ലാമിക് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.